Hello students, welcome back to Learn with ARM. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം എക്സാം അടുത്ത് വരുന്നു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ 2023 ഏപ്രിലിൽ നടന്ന അപ്ലൈഡ് ഫിസിക്സ് 2ന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ പ്രോബ്ലംസ് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മുഴുവൻ ചോദ്യങ്ങളും സോൾവ് ചെയ്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, ആൻസർ അനാലിസിസ് ഉണ്ട്. ഞാനത് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾക്കത് മാക്സിമം എല്ലാവരും ഇത് യൂസ് ചെയ്യുക. ഓക്കെ ആണല്ലോ? അപ്പൊ ശ്രദ്ധിക്കുക, 2023 ഏപ്രിലിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ പ്രോബ്ലംസ് മാത്രമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? അതിൽ ഒന്നാമത്തെ ചോദ്യം, ഈ ചോദ്യം പാർട്ട് ബിയിൽ വന്നാണ്. പാർട്ട് ബിയിൽ 3 മാർക്കാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ ഈ ഒരു ചോദ്യം പാർട്ട് ബിയിൽ വന്നൊരു ചോദ്യമായിരുന്നു. നമുക്ക് നോക്കാം. A wire of length 2 meter and radius 0.1 millimeter has a resistance of 200 ohm. Find the specific resistance of the material of the wire. എന്നുള്ളതായിരുന്നു ചോദ്യം. നമ്മുടെ മൂന്നാമത്തെ മോഡ്യൂളിലെ ഇലക്ട്രോമാഗ്നറ്റിസത്തിലെ ഒരു ചോദ്യമായിരുന്നു. നമുക്ക് അതിന്റെ ഉത്തരം എന്താണ് എന്നുള്ളത് നോക്കാം. നോക്കിക്കേ, എ വയർ ഓഫ് ലെങ്ത് 2 മീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ലെങ്ത് എന്ന് എഴുതി വെക്കാം അല്ലെ. ലെങ്ത് L ഈസ് ഈക്വൽ ടു 2 മീറ്റർ എന്ന് എഴുതി വെക്കാം. ക്ലിയർ ആണല്ലോ? ഇവിടെ മീറ്റർ എന്നുള്ളത് ലെങ്ത്തിന്റെ യൂണിറ്റ് ആയതുകൊണ്ട് അവിടെ കൺവേർഷൻസും കാര്യങ്ങൾക്കൊന്നും പോകരുത്. ക്ലിയർ ആണല്ലോ? രണ്ടാമത് റേഡിയസ്. റേഡിയസ് ഇവിടെ എത്ര തന്നിരിക്കുന്നത് മക്കളെ? റേഡിയസ് R ഈസ് ഈക്വൽ ടു 0.1 മില്ലിമീറ്റർ mm എന്നാണ് തന്നിരിക്കുന്നത്. ഇവിടെ മീറ്ററും ഇവിടെ മില്ലിമീറ്ററും ആയതുകൊണ്ട് നമുക്കറിയാവുന്ന കാര്യം, നമ്മൾ അതിനെ യൂണിറ്റ് എന്ന് പറയുന്നത് ഒരേപോലെ വേണം എഴുതാൻ വേണ്ടി. അപ്പൊ ഇതെന്ത് ചെയ്യണം? ഇത് ഈസ് ഈക്വൽ ടു കൺവേർട്ട് ചെയ്യാൻ വേണ്ടി 0.1 ഇൻറ്റു 10⁻³ ഇടുക. എന്താണ്? മില്ലിമീറ്ററിനെ മീറ്റർ ആക്കാൻ വേണ്ടി 1000 കൊണ്ട് ഹരിച്ചു. പകരം 10⁻³ എന്ന് എഴുതുന്നതും രണ്ടും ഒന്ന് തന്നെയാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ റേഡിയസും ലെങ്തും ആയി. അതിനുശേഷം എന്താ വന്നിരിക്കുന്നത്? റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, റെസിസ്റ്റൻസ് ക്യാപിറ്റൽ R അല്ലെ. റെസിസ്റ്റൻസ് ക്യാപിറ്റൽ R എന്ന് പറയുന്നത് 200 ഓം ആണ് തന്നിരിക്കുന്നത്. എത്രയാണ്? 200 ഓം. ഓം അല്ലെ? ഓം എന്ന് പറയുന്നത് റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ആയതുകൊണ്ട് ഇവിടെ കൺവേർഷനും കാര്യങ്ങൾക്കൊന്നും പോകരുത്. ഓക്കെ ആണല്ലോ? ഫൈൻഡ് ദ സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓഫ് ദ മെറ്റീരിയൽ ഓഫ് ദ വയർ എന്നായിരുന്നു ചോദ്യം. നമുക്കറിയാം, നമ്മൾ മൂന്നാമത്തെ മോഡ്യൂളിൽ പഠിക്കുമ്പോൾ റെസിസ്റ്റിവിറ്റി പഠിക്കുന്നുണ്ട്, സ്പെസിഫിക് റെസിസ്റ്റൻസ് പഠിക്കുന്നുണ്ടല്ലോ. അപ്പൊ എന്താ കണ്ടുപിടിക്കേണ്ടത്? റെസിസ്റ്റിവിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ റെസിസ്റ്റിവിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഏതായിരുന്നു? റോ. റോ ഈസ് ഈക്വൽ ടു R ഇൻറ്റു പൈ R² ഡിവൈഡ് ബൈ L. ഈസി അല്ലെ? ഒന്ന് പഠിച്ചു നോക്കണം. അന്ന് നമ്മൾ പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞ അല്ലെ, R ഇൻറ്റു പൈ R² ബൈ L. ഈസി. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ മക്കളെ. ഈസി ആയിട്ടാ. ആറിന്റെ വാല്യൂ എത്രയാ? റെസിസ്റ്റൻസിന്റെ വാല്യൂ 200 ഇൻറ്റു പൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 3.14 ഇൻറ്റു പിന്നെ റേഡിയസിന്റെ വാല്യൂ എത്രയാ? 0.1 ഇൻറ്റു 10⁻³ അപ്പം 0.1 ഇൻറ്റു 10⁻³ എന്താണ്? സ്ക്വയർ ഉണ്ട് അല്ലെ. സ്ക്വയർ ഡിവൈഡഡ് ബൈ എത്രയാണ്? L. L എത്രയാണ്? 2. എന്ന് ചെയ്ത മക്കളെ, ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്, നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയോണേ. ആൻസർ എന്ന് പറയുന്നത് 3.14 ഇൻറ്റു 10⁻⁻⁻. റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഓം മീറ്റർ. ഈസി അല്ലേ മക്കളെ? ക്ലിയർ ആണല്ലോ? 3 മാർക്കിന് 2023 ഏപ്രിലിൽ ചോദിച്ച ചോദ്യമായിരുന്നു ഇത്. ഈസി, സിമ്പിൾ ആയിട്ട് ചെയ്ത് പഠിക്കുക. ഇനിയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലാണെങ്കിലും ആവർത്തിക്കാൻ, 7 മാർക്കിലൊക്കെ ആവർത്തിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമായിരുന്നു. പാർട്ട് ബിയിൽ ആകെ ഒരേ ഒരു പ്രോബ്ലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യേണ്ടത് ഏത് പാർട്ടിലെ ചോദ്യങ്ങളാണ്? പാർട്ട് സിയിലെ ചോദ്യങ്ങളിലോട്ട് നമുക്ക് കടക്കാം. പാർട്ട് സിയിലെ ഒന്നാമത്തെ ചോദ്യം നോക്കാവേ. ഒന്നാമത്തെ ചോദ്യം, a tuning fork makes one complete vibration in 1/200 second. If the velocity of sound in air is 340 meter per second, find the wavelength of the sound waves produced by the tuning fork. ഈ ചോദ്യം മോഡ്യൂൾ 1-ൽ നിന്ന് വന്നതായിരുന്നു. മോഡ്യൂൾ 1 നമുക്കറിയാം, വേവ്സ് എന്ന് പറയുന്ന മോഡ്യൂളിനകത്ത് നിന്ന് വന്ന ചോദ്യമാണ്. നോക്കിക്കേ, സിമ്പിൾ ചോദ്യമാണ്. നിങ്ങൾ നോക്കിക്കോണം എത്ര സ്റ്റെപ്പിൽ 7 മാർക്ക് കിട്ടും എന്നുള്ള കാര്യം നമ്മൾ നോക്കിക്കോണം.
എ ട്യൂണിംഗ് ഫോർക്ക് മേക്സ് 1 കംപ്ലീറ്റ് വൈബ്രേഷൻ ഇൻ 1/200 സെക്കൻഡ് എന്ന് പറയുമ്പോൾ സെക്കൻഡുകളൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ 1 കംപ്ലീറ്റ് വൈബ്രേഷൻ എന്നൊക്കെ പറയുമ്പോൾ അത് സമയമാണ് അല്ലെങ്കിൽ ടൈം പീരീഡ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും ടൈം പീരീഡ് ക്യാപിറ്റൽ T is equal to 1/200 സെക്കൻഡ്. അപ്പൊ ചോദ്യത്തിൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ടൈം പീരീഡ് തന്നിട്ടുണ്ട്. ടൈം പീരീഡ് ക്യാപിറ്റൽ T is equal to 1/200 സെക്കൻഡ്. പിന്നീട് തന്നിരിക്കുന്നത് ആരെയാണ്? ഇഫ് ദ വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയർ ഈസ് 340. അപ്പൊ എന്തെഴുതി വെക്കാം? വെലോസിറ്റി v ഈസ് ഈക്വൽ ടു 340 മീറ്റർ പെർ സെക്കൻഡ്. നോക്കിക്കേ, വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ് യൂണിറ്റ് വെച്ചിട്ട് അവിടെ കൺവേർഷൻസിന്റെ കാര്യങ്ങൾക്കും ആവശ്യമില്ല. പിന്നീട് നോക്കിക്കേ, ഫൈൻഡ് ദ വേവ് ലെങ്ത് ഓഫ് ദ സൗണ്ട് വേവ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ട്യൂണിംഗ് ഫോർക്ക്. എന്താ കണ്ടുപിടിക്കേണ്ടത്? വേവ് ലെങ്ത് വേണം കണ്ടുപിടിക്കാൻ. വേവ് ലെങ്ത് കാണാൻ നമുക്കറിയാം, നമുക്ക് ഇങ്ങനെ ഒരു സംഭവം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ട്രയാങ്കിൾ ഒക്കെ വരച്ചിട്ട് ഇവിടെ V എഴുതി വെച്ചിട്ട് ഇവിടെ F എഴുതി വെച്ചിട്ട് ഇതിനെ മുറിച്ചിട്ട് ലാംഡ എഴുതി വെച്ചിട്ട് ആരെയാ കണ്ടുപിടിക്കേണ്ടത്? വേവ് ലെങ്ത് അല്ലേ? വേവ് ലെങ്ത് കാണാൻ വേണ്ടി ലാംഡ ഈസ് ഈക്വൽ ടു മുകളിലുള്ളത് V ആണ്, താഴെയുള്ളത് ആരാണ്? F ആണ്. അപ്പൊ എങ്ങനെ എഴുതി വെച്ചു? V/F. അപ്പൊ V/F എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? വേവ് ലെങ്ത് കിട്ടും. ആരൊക്കെ വേവ് ലെങ്ത് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ വെലോസിറ്റിയും വേണം ഫ്രീക്വൻസിയും വേണം. അപ്പൊ ഓൾറെഡി നമുക്ക് ചോദ്യത്തിൽ നിന്നും വെലോസിറ്റി കിട്ടി, പക്ഷെ ആരില്ല, ഫ്രീക്വൻസി ഇല്ല. ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ നമുക്ക് ആരെ ഉപയോഗിക്കാം? ടൈം പീരീഡ് ഉപയോഗിക്കാം അല്ലെ? നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഫ്രീക്വൻസി എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ 1 ടൈം പീരീഡ് ചെയ്താൽ പോരെ മക്കളെ? മതി. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? 1/200 ചെയ്തു. നിങ്ങൾ കാൽക്കുലേറ്റർ ഒന്ന് ഉപയോഗിച്ചിട്ട് 1/200 ചെയ്ത് നോക്കിക്കേ. അല്ലെങ്കിൽ നമ്മൾ റീപ്ലേസ് ചെയ്ത് അല്ലെങ്കിൽ റെസിപ്രോക്കൽ ഇട്ട് കഴിയുമ്പോഴത്തേന് 1/200 എന്ന് പറയുന്നത് എത്രയായിട്ട് മാറും മക്കളെ? 200 ഹെർട്സ് ആയിട്ട് മാറും. എന്തുകൊണ്ടാണ് 200 ഹെർട്സ് ആയ? ഇത് ഫ്രീക്വൻസി ആണ്, കിട്ടുന്ന യൂണിറ്റ് ഹെർട്സിലായിരിക്കും. അപ്പം ഫ്രീക്വൻസി F = 200 ഹെർട്സ് എന്ന് കിട്ടി. സിമ്പിൾ അല്ലേ? ആണല്ലോ. അപ്പൊ നമുക്ക് ഫ്രീക്വൻസി കിട്ടി 200 ഹെർട്സ്, വെലോസിറ്റി v = 340 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടിയെങ്കിൽ വേവ് ലെങ്ത് കണ്ടുപിടിക്കാം. വേവ് ലെങ്ത് ലാംഡ ഈസ് ഈക്വൽ ടു V / F അല്ലേ? സിമ്പിൾ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത മക്കളെ v എത്രയാണ്? 350 ഡിവൈഡഡ് ബൈ F എത്രയാണ്? 200. ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിക്കേ, കിട്ടുന്ന ആൻസർ എത്രയാ മക്കളെ? 1.7. 350നെ 200 കൊണ്ട് ഹരിച്ചു കഴിയുമ്പോൾ 1.7 കിട്ടും. ലാംഡ ആയതുകൊണ്ട് യൂണിറ്റ് എന്ത് കിട്ടും? മീറ്റർ എന്ന് കിട്ടും, അല്ലെങ്കിൽ മീറ്റർ എന്നാണ് എഴുതേണ്ടത്. നോക്കിക്കേ മക്കളെ, ആകെ എത്ര സ്റ്റെപ്പ് ഉണ്ട്? 1 2 3 4 5. 5 സ്റ്റെപ്പ് ഒന്നും ഇല്ല എങ്കിൽ നമുക്ക് എത്ര സ്റ്റെപ്പായിട്ട് കൂട്ടാം? 5 സ്റ്റെപ്പായിട്ട് കൂട്ടാം. അല്ലെങ്കിൽ എത്ര മാർക്കാണ് ഈ ഒരു ചോദ്യത്തിന് അവിടുത്തെ അവർ തന്നിരുന്നത്? 7 മാർക്ക്. പാർട്ട് സിയിലെ ചോദ്യമാണ്, 7 മാർക്ക്. മോഡ്യൂൾ 1 നിന്നും വരുന്ന പ്രോബ്ലം ഏത് സെക്ഷനകത്തു നിന്നാണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മോഡ്യൂൾ 1 പ്രോബ്ലംസ് വരുന്ന ഭാഗം നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കിയിട്ട് എക്സാമിന് പോകരുത്. ഓക്കെ ആണല്ലോ? 7 മാർക്കിന്റെ പാർട്ട് സിയിലെ 1ാമത്തെ ചോദ്യമാണ് ഇത്. നമുക്കിനി എന്ത് ചെയ്യാം? 2ാമത്തെ ചോദ്യത്തിലോട്ട് കടക്കാം. 3ാമത്തെ ചോദ്യം നോക്കാവേ. 3ാമത്തെ ചോദ്യം നമ്മുടെ ഏതാണ്? 2ാമത്തെ മൊഡ്യൂളിൽ നിന്ന് വന്നൊരു ചോദ്യമായിരുന്നു. ഏതാണെന്ന് നോക്കാം. A converging lens forms a real image if the image is twice the size of the object and 72 centimeters from the lens. Calculate the focal length and power of the lens. പാർട്ട് സിയിൽ വന്നൊരു പ്രോബ്ലം ആയതുകൊണ്ട് കുറച്ച് ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡയറക്റ്റ് ചോദ്യമൊന്നും അല്ല ഇട്ടത് കേട്ടോ. നമുക്ക് നോക്കാം. എ കൺവേർജിംഗ് ലെൻസ് ഫോംസ് എ റിയൽ ഇമേജ് എന്ന് പറയുമ്പോൾ കൺവേർജ് ചെയ്യുന്ന ലെൻസ് ഏത് ലെൻസ് ആണ് മക്കളെ? ഏത് ലെൻസാ? കോൺവെക്സ് ലെൻസ് ആണ്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ്. ആ കോൺവെക്സ് ലെൻസ് എന്തുണ്ടാക്കുന്നു? ഒരു റിയൽ ഇമേജ് ഉണ്ടാക്കുന്നു. അപ്പൊ റിയൽ ഇമേജ് ഉണ്ടാക്കുമ്പോൾ അവിടെ ഒരു മാഗ്നിഫിക്കേഷൻ ഉണ്ടാവുന്നുണ്ട്. റിയൽ ഇമേജിന്റെ മാഗ്നിഫിക്കേഷൻ വാല്യൂ എന്ന് പറയുന്നത് -2 ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ -2 എന്നുള്ളതല്ല, മൈനസ് വാല്യൂ ആയിരിക്കും. ഇവിടെ ഇഫ് ദ ഇമേജ് ഇസ് ട്വൈസ് ദ സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ്, ഇമേജ് എന്ന് പറയുന്നത് ആരെക്കാട്ടിൽ ട്വൈസ് ആണ്, ഒബ്ജക്റ്റിനെക്കാട്ടിൽ ട്വൈസ് ആണ് എന്ന് പറയുമ്പോൾ അവിടുത്തെ മാഗ്നിഫിക്കേഷൻ M ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര എന്ന് കൊടുക്കാം? -2 എന്ന് കൊടുക്കാം. കാരണം ഇവിടെ ട്വൈസ് വന്നതുകൊണ്ട് 2 എന്ന് എടുക്കും അല്ലെ? സൈസ് ഓഫ് ദ ഒബ്ജക്ട് ആൻഡ് 72 സെന്റിമീറ്റർ ഫ്രം ദ ഒബ്ജക്ട് ഫ്രം ദ ലെൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒബ്ജക്റ്റിൽ നിന്നും 72 സെന്റിമീറ്റർ ദൂരത്തിലാണ് ആരുണ്ടാകുന്നത്? ഇമേജ് ഉണ്ടാകുന്നത് എന്ന് പറയുന്നു. അപ്പൊ അവിടുത്തെ V എത്രയാണ് മക്കളെ? V എന്ന് പറയുന്നത് ഇമേജിന്റെ ദൂരം 72 സെന്റിമീറ്റർ.
ഓക്കെ ആണല്ലോ. അപ്പൊ 72 സെന്റിമീറ്റർ ദൂരത്തിൽ ഇമേജ് ഉണ്ടാകുന്നു, ട്വൈസ് ദ സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ് ആണെന്ന് പറയുന്നു, റിയൽ ഇമേജ് ഉണ്ടാക്കുന്നു, കൺവേർജിംഗ് ലെൻസ് എന്ന് പറയുമ്പോൾ അവിടെ കോൺവെക്സ് ലെൻസ് ആണെന്ന് പറയുന്നു. ഓക്കെ ആണല്ലോ. നമുക്കറിയാം ഇവിടെ മാഗ്നിഫിക്കേഷൻ തന്നിട്ടുണ്ടല്ലേ. മാഗ്നിഫിക്കേഷൻ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, HI/HO എന്ന് പറയുന്നതും മാഗ്നിഫിക്കേഷൻ ആണ്, പിന്നെ V/U എന്ന് പറയുന്നതും മാഗ്നിഫിക്കേഷൻ ആണല്ലോ. ഇവിടെ HI-യും HO-യും ഒന്നും തരാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഹൈറ്റും ഒന്നും തരാത്തത് കൊണ്ട് നമുക്ക് ഇത് എടുക്കേണ്ട കാര്യമില്ല. V/U = എന്ന് പറയുന്നത് എത്രയായിട്ട് എടുക്കാം? -2. മാഗ്നിഫിക്കേഷന്റെ സ്ഥാനത്ത് V/U കൊടുത്തു. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾ നോക്കിക്കേ മക്കളെ, ഇവിടെ V നമുക്ക് തന്നിട്ടുണ്ട്, 72 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അത് ഇങ്ങോട്ടൊന്ന് കൊടുത്തു നോക്കാം. അപ്പൊ U എന്ത് ചെയ്യും? മുകളിലോട്ട് കയറും. അപ്പൊ എന്ത് വരും? U = എന്ത് വരും? V/ എത്രയാണ്? -2. വേർ എത്രയാണ്? V എന്ന് പറയുന്നത് എത്ര? 72 ഡിവൈഡ് ബൈ -2 ചെയ്തപ്പോ എത്ര വരും? -36 സെന്റിമീറ്റർ. ആരാണ്? ഈ ഒബ്ജക്റ്റിന്റെ ദൂരം എന്ന് പറയുന്നത് എത്ര കിട്ടി? -36 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഇമേജിന്റെ ദൂരം എന്ന് പറയുന്നത് 72 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഇനി ഈസിയാണ് പരിപാടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? കാൽക്കുലേറ്റ് ഫോക്കൽ ലെങ്ത്. ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മുടെ ഇത് ലെൻസ് തന്നിരിക്കുന്നത് കൊണ്ട് നമ്മൾ ലെൻസ് ഫോർമുല ഉപയോഗിച്ചേ പറ്റൂ. അപ്പൊ നമ്മൾ എന്ത് എഴുതി വെക്കണം? ബൈ യൂസിങ് ലെൻസ് ഫോർമുല. എങ്ങനെ പഠിക്കാം? എങ്ങനെ നമുക്ക് എഴുതാമെന്നാ പറഞ്ഞേ? 1/v - 1/u = 1/f. ഇതാണല്ലോ ലെൻസ് ഫോർമുല. ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തേ മക്കളെ. അപ്പൊ എന്ത് വരും? 1/v. 1/v എത്രയാ? 72 മൈനസ് 1/ എത്രയാ? -36. അപ്പൊ എന്ത് വരും? -36 = 1/f. അല്ലെ? ഇത് ചെയ്യാൻ വേണ്ടി രണ്ട് മെത്തേഡ്സ് ഉണ്ടല്ലോ. രണ്ട് മെത്തേഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്തു വെക്കാം. F = എന്ന് പറയുന്നത് എങ്ങനെ ചെയ്തു വെക്കാം മക്കളെ? എത്ര? 72 ഇൻറ്റു ഇത് പ്ലസ് ആവുമല്ലോ, 36 ഡിവൈഡഡ് ബൈ 72 പ്ലസ് 36 അല്ലേ? ഇതൊന്ന് ചെയ്തേ. ഇപ്പൊ എത്ര വരും? നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 24 സെന്റിമീറ്റർ. ആരാണ്? ഫോക്കൽ ലെങ്ത് 24 സെന്റിമീറ്റർ അല്ലേ? ഇതിനെ ഒന്ന് കൺവേർട്ട് ചെയ്തേ, മീറ്ററിലോട്ട് മാറ്റിക്കുക. എത്ര കൊണ്ട് ഹരിക്കുക? 100 കൊണ്ട് ഹരിക്കുക. അപ്പൊ എത്ര വരും? 0.24 മീറ്റർ എന്ന് വരും. മനസ്സിലായല്ലോ? അതായത് നമുക്ക് ഇതിനെ രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് എന്ത് ചെയ്യാം? നമ്മുടെ 72നെ 1 കൊണ്ട് ഗുണിക്കുക, പ്ലസ് ഇട്ടു, 36നെ 1 കൊണ്ട് ഗുണിക്കുന്നു, ഡിവൈഡ് ചെയ്യുന്നു, എന്താണ് കൂട്ടി, അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം? നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം? ഇട്ട് വെക്കാം അല്ലെ? 72 36/72 പ്ലസ് 36. ചോയ്സ് ഡിപ്പെൻഡ്സ് ഓൺ യു. നിങ്ങൾക്ക് ഏത് മെത്തേഡ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഏത് മെത്തേഡ് യൂസ് ചെയ്താലും കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഈ ഒരു കൃത്യമായിട്ട് കിട്ടുന്ന ആൻസർ ആയിരിക്കും. ഇവിടെ ഫോക്കൽ ലെങ്ത് കിട്ടുന്നത് 24 സെന്റിമീറ്റർ ആണ്. എന്തുകൊണ്ടാണ് നമ്മൾ അത് മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, പവർ എന്ന് പറയുന്നത് ലെൻസിന്റെ പവറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് m/-1 ഓർ ഡയോപ്റ്റർ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. m/-1. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ മീറ്ററിലോട്ട് മാറ്റുക. ഏതാ ഫോക്കൽ ലെങ്ത് കിട്ടുന്നത് മീറ്ററിലോട്ട് മാറ്റിയിട്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അവിടെ കൺവേർഷൻ ഇല്ലാതെ തന്നെ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പൊ നമ്മൾ ചോദ്യത്തിൽ പറഞ്ഞ ഫോക്കൽ ലെങ്ത് നമ്മൾ കണ്ടുപിടിച്ചു. ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? നമുക്ക് 0.24 മീറ്റർ എന്ന് കിട്ടി. എത്ര കിട്ടി? 0.24 മീറ്റർ എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ പവർ എത്ര കിട്ടും? പവർ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഇക്വേഷൻ അറിയാം. പവർ P = 1/f. നമ്മൾ പഠിച്ചിട്ടുണ്ട് റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാലാണ് പവർ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ എന്ത് വരും? = 1/0.24 1/0.24 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 4.17. പവർ എന്ന് പറയുമ്പോൾ യൂണിറ്റ് ഡയോപ്റ്റർ. ക്ലിയർ ആണല്ലോ മക്കളെ? കുറച്ച് ചിന്തിക്കണമായിരുന്നു, എന്നാലും അത്ര പാടൊന്നും ആയിരുന്നില്ല ഈ ഒരു പ്രോബ്ലം. ഓക്കെ അല്ല? ഇതുപോലത്തെ വേണമെങ്കിൽ ചോദ്യം വേണമെങ്കിൽ വരാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ കട്ടി കുറഞ്ഞ ചോദ്യങ്ങൾ വേണമെങ്കിലും നമുക്ക് ഇത്തവണ നമുക്ക് പ്രതീക്ഷിക്കാം. ഒന്ന് ചെയ്ത് നോക്കുക. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി, ഞാനത് ക്ലിയർ ആക്കി തരാം. ക്ലിയർ ആണല്ലോ മക്കളെ? പാർട്ട് സിയിലെ മോഡ്യൂൾ 2 നിന്ന് വന്നൊരു പ്രോബ്ലം ആയിരുന്നു ഇത്. ഇനി ഒരു പ്രോബ്ലം കൂടെ ഉള്ളൂ 2023 ചോദിച്ചത്. നമുക്ക് അതും കൂടെ നോക്കാം. ഏപ്രിൽ 2023 അവസാനത്തെ ചോദ്യം നോക്കാവേ. പാർട്ട് സിയിലെ ലാസ്റ്റ് ചോദ്യം. 2 റെസിസ്റ്റൻസസ് 12 ohm and 6 ohm are connected in parallel and the combination is connected in series with an 8 ohm resistance. Find the effective resistance. സ്റ്റേറ്റ്മെന്റ് ചോദ്യമായിരുന്നു. മോഡ്യൂൾ 3 നിന്ന്
വന്നൊരു ചോദ്യമാണ്. സിമ്പിൾ ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു. നമുക്ക് നോക്കാം. ടു റെസിസ്റ്റൻസസ് 12 ohm and 6 ohm are connected in parallel. രണ്ട് റെസിസ്റ്റൻസസ് 12ഉം 6ഉം എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു? പാരലൽ ആയിട്ട് സമാന്തരമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. നമുക്ക് ഫിഗർ ഒന്ന് വരച്ച് നോക്കാം. അല്ലെ, രണ്ടെണ്ണം ഇങ്ങനെയല്ലേ പാരലായിട്ട് കണക്ട് ചെയ്യുന്നത്? രണ്ട് എൻഡുകൾ തമ്മിലും എന്ത് ചെയ്യുക? കണക്ട് ചെയ്യാം. അപ്പം രണ്ട് റെസിസ്റ്റൻസ് പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഒന്നാമത്തെ വാല്യൂ എത്രയാ? 12. 12 ohm. രണ്ടാമത്തെ എത്രയാ? 6 ohm. ഇത് രണ്ടും എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു? പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അതിന്റെ കോമ്പിനേഷൻ എങ്ങോട്ട് കണക്ട് ചെയ്തിരിക്കുന്നു? സീരീസ് വിത്ത് എത്രയിലോട്ട്? 8 ohmലോട്ട്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും കൂടെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇവിടെ അല്ലേ വരുന്നത്? ഇത് എത്രയിലോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? സീരീസിൽ എത്രയിലോട്ട്? 8 ohmൽ കണക്ട് ചെയ്തിരിക്കുന്നു. ഓക്കെ ആണല്ലോ. ഇനി എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഫൈൻഡ് ദ ഇഫക്റ്റീവ്. ഇഫക്റ്റീവ് എന്നൊക്കെ പറഞ്ഞ പേടിക്കൊന്നും വേണ്ട. ഇഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ളതാണ് ചോദ്യം. സിമ്പിൾ ആയിരുന്നു. നമുക്ക് നോക്കാം. നിങ്ങൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സിമ്പിൾ ആയിരുന്നോ എന്നുള്ള കാര്യം കേട്ടോ. ഒരു കാര്യം കൂടെ പറയാം. ഇതിന്റെ ഇടയ്ക്ക് ഈ മോഡ്യൂളിൽ നിന്ന് ഇലക്ട്രോമാഗ്നറ്റിക്സിൽ നിന്ന് റെസിസ്റ്റൻസിന്റെ ഒരു പ്രോബ്ലം കാണും, ഉറപ്പായിട്ടും കാണും. അത് നന്നായിട്ട് പഠിച്ചിട്ട് എക്സാമിന് മക്കളെ പോകാവുള്ളൂ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി 7 മാർക്ക് കിട്ടുകയും ചെയ്യും. നമുക്ക് നോക്കാം. രണ്ടെണ്ണം പാരലായിട്ട് തരുമ്പോൾ നമുക്ക് അവിടെ ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ മക്കൾ ഒരു കാര്യം ഓർത്തോണം. ആദ്യമേ സീരീസിലുള്ളതൊന്നും ചെയ്യാൻ പോകരുത്. ആദ്യമേ എന്തേ ചെയ്യാവുള്ളൂ? പാരൽ കോമ്പിനേഷനെ ചെയ്യാവുള്ളൂ. റെസിസ്റ്റൻസിന് ഒന്നിൽ കൂടുതൽ റെസിസ്റ്റൻസ് പാരലും സീരീസും വീണ്ടും പാരലും ഒക്കെ തന്നു കഴിഞ്ഞാൽ ആദ്യമേ ഏതേ ചെയ്യാവൂ? പാരൽ കോമ്പിനേഷൻ ചെയ്യാവുള്ളൂ. പാരൽ കോമ്പിനേഷൻ ചെയ്ത് ഒരെണ്ണമാക്കി വീണ്ടും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാവുള്ളൂ. അപ്പൊ ആദ്യം ഏത് ചെയ്യുക? പാരൽ കോമ്പിനേഷൻ ചെയ്യുക. ഇവിടെ ആരൊക്കെയാണ് പാരലൽ? 12ഉം 6ഉം പാരലൽ. അപ്പൊ ഞാനിവിടെ എഴുതി വെച്ചു R1 പാരലൽ R2. ഇങ്ങനെ എഴുതാമല്ലോ. എന്നിട്ട് എന്ത് എഴുതി വെച്ചു? R1 ഈസ് ഈക്വൽ ടു എന്തെഴുതി വെച്ചു? 12 ohm. R2 ഈസ് ഈക്വൽ ടു എത്രയെന്ന് എഴുതി വെച്ചു? 6 ohm എന്ന് എഴുതി വെച്ചു. ഇതിന്റെ ഈക്വലന്റ് ആദ്യം കണ്ടുപിടിക്കാം. ഇതിന്റെ ഈക്വലന്റ് കണ്ടുപിടിക്കുന്ന 2 മെത്തേഡ്സ് ഉണ്ട്. 2 മെത്തേഡ്സ് ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ആണ്. RP ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? R1 ഇൻറ്റു R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോൾ എന്ത് വരും? R1 എന്ന് പറയുന്നത് 12 ഇൻറ്റു R2 എന്ന് പറയുന്നത് 6 ഡിവൈഡ് ബൈ 12 പ്ലസ് R ഈസ് ഈക്വൽ ടു 12 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? 6 ഇൻറ്റു 2 72 ബൈ 12 പ്ലസ് 6 എന്ന് പറഞ്ഞാൽ 18 ഈസ് ഈക്വൽ ടു എത്ര വരും? 4 എന്ന് വരും അല്ലെ. 18 2 36, 18 3 54, 18 4 72. അപ്പൊ ഇത് രണ്ടുകൂടെ കൂടി ചേർന്നത് എത്രയായി മാറി? 4 ohm ആയിട്ട് മാറി. ഇതാണ് ഒരു മെത്തേഡ്. അതായത് പാരൽ കോമ്പിനേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡ് ഇതാണ്. ഇല്ല എങ്കിൽ മക്കളെ ഈ രീതി ഉപയോഗിക്കാം. 1/RP ഈസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2. ഈ ഒരു രീതി വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. 3 റെസിസ്റ്റൻസ് പാരലൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് ഇത് വേണമെങ്കിൽ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് വരും. 1/R1 പ്ലസ് 1/R2. ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. 1/RP ഈസ് ഈക്വൽ ടു 1/R1 എത്ര? 12 പ്ലസ് 1/R2 എന്ന് പറഞ്ഞാൽ 6. വീണ്ടും ഇറക്കി എഴുതി. 1/RP ഈസ് ഈക്വൽ ടു 12 ഇൻറ്റു 1 12 ഇൻറ്റു 1 പ്ലസ് 6 ഇൻറ്റു 1 അല്ലേ, ഡിവൈഡ് ബൈ 12 ഇൻറ്റു 6. ഈസി അല്ലേ? ഒന്നുകൂടെ ചെയ്തേ. 1/RP ഈസ് ഈക്വൽ ടു 12 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 12 പ്ലസ് 6 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 6 ഡിവൈഡ് ബൈ 12 ഇൻറ്റു 6. അത് തന്നെയല്ലേ ഇവിടെ വരുന്നത്? അതെ. പക്ഷേ നിങ്ങൾ ഓർത്തോണം, ഈ കിട്ടുന്നത് 18/72 എന്ന് പറയുന്നത് 1/RP ആണ്. 1/RP നമുക്ക് ആരെയാ വേണ്ടേ? RP ആണ് വേണ്ടേ. അതിനെന്ത് ചെയ്യുക? റെസിപ്രോക്കൽ ഇടുക. RP മുകളിൽ ഇട്ടു, 1 താഴെ ഇട്ടു. RP മുകളിൽ പോകുമ്പോൾ 72നെ വിളിച്ചുകൊണ്ടാണ് മുകളിലോട്ട് പോകുന്നത്. 1 താഴെ വരുമ്പോൾ 18നെ വിളിച്ചുകൊണ്ടാണ് താഴെ വരുന്നത്. അപ്പൊ RP ഈസ് ഈക്വൽ ടു എന്ത് വരും? RP ഈസ് ഈക്വൽ ടു 72/18 ഈസ് ഈക്വൽ ടു 4 ohm എന്ന് വരും. അത് തന്നെയാണല്ലോ ഇതും. 2 രീതി ചെയ്തെടുക്കാം. ഒന്നെങ്കിൽ ഈ മെത്തേഡ് യൂസ് ചെയ്യാം, ഈ മെത്തേഡ് യൂസ് ചെയ്യാം. കിട്ടേണ്ടത് എത്രയാണ്? 4 ohm അല്ലെങ്കിൽ അങ്ങനെയുള്ള വാല്യൂ ആയിരിക്കണം കിട്ടേണ്ടത്. ഈ മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ കിട്ടുന്നത് 1/RP ആണ്. അതിനെ RP ആക്കണം എന്നുണ്ടെങ്കിൽ നേരെ റിവേഴ്സിൽ ഇട്ടാലേ RP ആകത്തുള്ളൂ. മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഈ ഈക്വേഷൻ ഒന്ന് പഠിച്ചു വെക്കുക. RP is equal to R1 into R2 divided by R1 plus R2 എന്ന് പറയുന്ന ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചാൽ ഈസി. ഈ 2 സ്റ്റെപ്പുകൾ മാത്രമേ ഉള്ളൂ. ഇതിന് ഇത്രയും സ്റ്റെപ്പ് ചെയ്യുന്നതിന് പകരം ഈ 2 സ്റ്റെപ്പ് മാത്രം ഉപയോഗിച്ചാൽ കൃത്യം ആൻസർ കിട്ടുകയും ചെയ്യും. ഏത് ഇക്വേഷൻ പഠിച്ചു വെക്കുക? ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ രണ്ടും കൺവീനിയന്റ് മെത്തേഡ്. നിങ്ങൾക്ക് ഏതാണോ മെത്തേഡ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ഇഷ്ടം അത് നിങ്ങൾ എടുത്തോ. പക്ഷെ ഇങ്ങനെ വരുന്ന കേസ് നമുക്ക് ഈ രീതിയിൽ ചെയ്യാമെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക.
അപ്പോൾ ഇത് രണ്ടോട് കൂടി ചേർന്നിട്ട് എത്രയായിട്ട് മാറി? 4 ഓം റെസിസ്റ്റൻസ് ആയിട്ട് മാറി. അപ്പൊ ഞാൻ ഈ ഫിഗർ ഒന്ന് വരച്ചു വെക്കാം. ഇത് രണ്ടോട് കൂടി ചേർന്നു എത്രയായിട്ട് മാറി? 4 ഓം ആയിട്ട് മാറി അല്ലേ? പിന്നീട് ഒരാൾ ഇപ്പൊ ഇത് രണ്ടും കൂടി ചേർന്ന് എത്രയായിട്ട് മാറി എന്ന് പറഞ്ഞു? 4 ആയിട്ട് മാറി. ഓൾറെഡി ഇവിടെ ആരുണ്ട് താനും? 8 ഉണ്ട് താനും. അപ്പൊ ഇവിടെ ആരുണ്ട്? 8 ഓം. നോക്കിക്കാം മക്കളെ, ഇത് സീരീസ് കോമ്പിനേഷൻ ആണോ പാരലൽ കോമ്പിനേഷൻ ആണോ? സീരീസ് ആണ് അല്ലെ? പാരലൽ ആണെങ്കിൽ മുകളിലും താഴെയും വന്നേനെ, സീരീസ് ആയതുകൊണ്ട് നേരെ നേരെ വന്നു. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതി വെക്കാം? RS is equal to R1 പ്ലസ് R2 എന്ന് എഴുതി വെക്കാം, സീരീസ് ആയതുകൊണ്ട്. ഇവിടെ ഫിഗർ ഒന്നുകൂടെ മാറിയപ്പം ഇവിടുത്തെ R1 എത്രയാണ് മക്കളെ? 4 ഓമും R2 എത്രയാണ് മക്കളെ? 8 ഓമും. സിമ്പിൾ അല്ലേ? അപ്പൊ എങ്ങനെ എഴുതി വെക്കാൻ പറ്റും? ഇസ് ഈക്വൽ ടു R എന്ന് പറഞ്ഞാൽ 4 പ്ലസ് R2 എന്ന് പറഞ്ഞാൽ 8 ഇസ് ഈക്വൽ ടു എത്രയാ? 12 ഓം. സിമ്പിൾ ആയിട്ട് 7 മാർക്ക് കിട്ടേണ്ട ഒരു പ്രോബ്ലം ആണ് ഈ ഒരു റെസിസ്റ്റൻസിന്റെ പ്രോബ്ലം. ഇലക്ട്രോമാഗ്നറ്റിസത്തിനകത്ത് ഒരു പ്രോബ്ലം എന്താണെങ്കിലും കാണും. ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് തന്നെ നിങ്ങൾക്ക് റിപ്പീറ്റ് വരാൻ സാധ്യതയുണ്ട്. കാരണം 2022 എന്താണ് റെസിസ്റ്റൻസിന്റെ കോമ്പിനേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. സെയിം ചോദ്യം തന്നെ എവിടെയും വന്നു? 2023 വന്നു. ക്ലിയർ ആണല്ലോ? ഒന്ന് മനസ്സ് വെച്ചാൽ 7 മാർക്ക് നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്ന ഒരു പ്രോബ്ലമാണ് ഇലക്ട്രോമാഗ്നറ്റിസത്തിനകത്തെ ഈ ഒരു പ്രോബ്ലം. ഓക്കെ ആണേ? അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 2023 ഏപ്രിലിൽ നടന്ന നമ്മുടെ ക്വസ്റ്റ്യൻ അപ്ലൈഡ് ഫിസിക്സ് 2ന്റെ ഏതാണ് പ്രോബ്ലംസ്, ഓൺലി പ്രോബ്ലംസ്, എല്ലാ പ്രോബ്ലംസും നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്താണ് അത് ഇതിന്റെ മൊത്തം സോൾവ്ഡ് ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് അനാലിസിസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം. നിങ്ങളത് നന്നായിട്ട് എന്താണ് എല്ലാ ചോദ്യങ്ങളും കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി അതിൻ്റെ എന്താണ് റിലേറ്റഡ് ചോദ്യങ്ങളുണ്ട് അതിൻ്റെ കൂടെ, അതെല്ലാം നന്നായിട്ട് പ്രിന്റ് എടുത്ത് നിങ്ങൾ വായിച്ച് പഠിക്കുക. എക്സാം എത്രാം തീയതിയാണ്? 8-ാം തീയതിയാണ്. നന്നായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ ആണല്ലോ? ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ 2023 ഏപ്രിലെയാണ്. ശ്രദ്ധിക്കുക, 2023 ഏപ്രിലെ എന്തുമാത്രം പ്രോബ്ലംസ് മാത്രം. ഓക്കെ ആണല്ലോ മക്കളെ? നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാകുന്നു എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.